കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് ജില്ലാ കൺവെൻഷൻ തിരുവനന്തപുരം ജില്ലയിൽ 2 ഘട്ടങ്ങളിലായി നടക്കും. കാരേറ്റ് കാർത്തിക റെസിഡൻസിയിൽ സംഘടിപ്പിച്ച കൺവെൻഷന്റെ സോൺ 1ന്റെ ഉദ്ഘാടനം സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നിർവഹിച്ചു. സോണൽ മീറ്റിംഗിന്റെ 2ാം ഘട്ടം ഈ മാസം 28-ന് കാട്ടാക്കടയിൽ സംഘടിപ്പിക്കും. സംസ്ഥാനത്തെ കേബിൾ ടി വി സേവന രംഗം 35 വർഷം പിന്നിടുകയാണ്. വർത്തമാനകാല സാഹചര്യത്തിൽ കേബിൾ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസൃതമായി വരുത്തേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് കൺവെൻഷന്റെ ലക്ഷ്യം. 14ാമത് സംസ്ഥാന കൺവെൻഷൻ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന് പിന്നാലെയാണ് സിഒഎയുടെ 14ാമത് ജില്ലാ കൺവെൻഷൻ തിരുവനന്തപുരം ജില്ലയിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. സംസ്ഥാന കൺവെൻഷൻ കഴിഞ്ഞയുടൻ ജില്ലാ കൺവെൻഷനുകൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമിടാൻ കഴിഞ്ഞത് ജില്ലയിലെ സിഒഎയുടെ പ്രവർത്തനം മികച്ച രീതിയിൽ നടക്കുന്നതുകൊണ്ടാണെന്ന് ഉദ്ഘാടനത്തിന് ശേഷം സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. നമ്മുടെ സംസ്ഥാന കൺവെൻഷൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന് പോയിട്ടുള്ളത്. സംസ്ഥാന കൺവെൻഷന് ശേഷം ഏതാണ്ട് 10 ദിവസത്തിനുള്ളിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ സോണൽ കൺവെൻഷൻ നടക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ നടക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, നമ്മൾ മത്സരിക്കുന്നത് ആരോടാണ്. അപ്പോൾ അത്തരത്തിൽ അനുദിനം മാറുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന, രാജ്യത്തിനകത്തെയും പുറത്തെയും വലിയ കോർപ്പറേറ്റ് കമ്പനികളോട് മത്സരിക്കുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ പോരാട്ടത്തിലെ, നമ്മുടെ യുദ്ധമുന്നണിയിലെ ഏറ്റവും വലിയ ആയുധമാണ് നമ്മുടെ സംഘടന എന്ന് പറയുന്നത്. പരിപാടിയിൽ സിഒഎ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഹരികുമാർ എൻ.ആർ അനുശോചനം രേഖപ്പെടുത്തി. സിഒഎ ജില്ലാ പ്രസിഡന്റ് കമാലുദ്ദീൻ അധ്യക്ഷനായ പരിപാടിയിൽ സിഒഎ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സഫർ സ്വാഗതം ആശംസിച്ചു. സിഒഎ ജില്ലാ സെക്രട്ടറി ജയകുമാർ ജില്ലാ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ സുധീഷ് ബൽരാജ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സജിത് രാജ് നന്ദി അറിയിച്ച പരിപാടിയിൽ സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിജുകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് അൽത്താഫ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സന്തോഷ് വി.ഐ, ദീപുരാജ്, മീഡിയ പ്ലസ് MD സലീം ഹുസൈൻ കൂടാതെ ജില്ലയിലെ മറ്റ് മേഖലാ പ്രതിനിധികൾ അടക്കം പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.